എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം ഹാപ്പി ക്രിസ്മസ്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇതുപോലൊരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഫ്ലവർ സെറ്റിൻ്റെ ലീഫ് ഉണ്ടാക്കാനായിട്ട് ഒരു പഴയ എക്സ്റേ എടുക്കാം. അതിൽ കുറേ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഗ്രീൻ കളറിലുള്ള വൂളൻ നൂല് ചുറ്റി കൊടുക്കുക. ഒരു ഗ്യാപ്പില്ലാത്ത തരത്തിൽ തന്നെ ചുറ്റണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ചുറ്റിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ഗമ്മ് കൂടി അപ്ലൈ ചെയ്യുക. എങ്കിൽ നമുക്കത് ഇളകി വരാത്ത രീതിയിൽ സെറ്റാവും. പിന്നീട് നമുക്കതിനെ ഈ തരത്തിലൊന്ന് മടക്കി വെച്ച് അതിലേക്ക് ഒരു സ്റ്റാപ്ലർ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഗം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഇളകി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് സ്റ്റാപ്ലർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറേ പീസുകൾ നമുക്ക് ആവശ്യമാണ് ഇതിൻ്റെ ലീഫിന്. പിന്നീട് നമുക്കൊരു കാർട്ടൂൺ പേപ്പർ എടുത്ത് ഇതുപോലുള്ള ഒരു വൂളൻ നൂല്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ ഉപയോഗിക്കാൻ. ഞാനിവിടെ വൈറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് ഇപ്പോൾ ലീഫ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിതിൻ്റെ പൂവിന് വേണ്ടിയിട്ടാണ്, ആ ഫ്ലവർ സെറ്റിൽ വെക്കാനുള്ള പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കളറ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാവിടെയും നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഈ കെട്ടിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ പൂവായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കെട്ടിട്ട് കൊടുക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം എല്ലാവിടെയും ഇതുപോലെ കെട്ടിക്കൊടുക്കാം. കാരണം നമുക്ക് പൂ വളരെ ചെറിയ പൂവാണ് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ കെട്ടിട്ടാൽ മതിയാവും. അതെല്ലാം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. നമുക്കത് ചെയ്തു വരുമ്പോൾ നമുക്കത് എങ്ങനെ വേണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഇത് നമുക്ക് ആ കെട്ടുകളുടെ നടുഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കെട്ടിൻ്റെ അടുത്തായിട്ട് കൂടുതലും കട്ട് ചെയ്യാതിരിക്കുക, അതിന് ഒരു മധ്യഭാഗത്ത് തന്നെ കട്ട് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പൂ ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേ പീസുകളാക്കിയതിന് ശേഷം നമുക്കിനി ആ ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു നൂലിൻ്റെ ബാലൻസ് ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് അത് ആയി വരും. അതിനുശേഷം കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഷഫിൾ ചെയ്ത് കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാഴ്ചയിൽ ഒരു ഭംഗിയായി തോന്നും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല കളറുകളിൽ എടുക്കാം. അതിനുശേഷം നമുക്കൊരു പഴയ ഒരു കുപ്പി എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ വൂളൻ നൂല് ചുറ്റി കൊടുക്കാം. നമ്മൾ ആ ലീഫ് ഫിക്സ് ചെയ്യുന്ന പ്ലേസാണ് ഈ ഒരു കുപ്പിയിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഓരോ ലീഫുകളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഗമ്മ് കൂടി അപ്ലൈ ചെയ്യുക, എങ്കിൽ മാത്രമാണ് അത് ഇളകി വരാതിരിക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഗ്യാപ്പ് ഇല്ലാത്ത തരത്തിൽ തന്നെ നമ്മൾ നൂല് ചുറ്റി കൊടുക്കണം. കാരണം ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇനി അതിൻ്റെ സൈഡിൽ എല്ലാ വശങ്ങളിലും നമ്മളിതുപോലുള്ള ലീഫുകൾ വെച്ച് കൊടുക്കുക. കഴിവതും ഗ്യാപ്പില്ലാത്ത തരത്തിൽ തന്നെ ആ ലീഫ് വെച്ച് കൊടുക്കുക. എന്നാലാണ് നമുക്കത് കാണുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കുക. അതിൻ്റെ കുറച്ച് ഇറക്കി വെച്ചിട്ട് നമുക്ക് ലീഫ് വെച്ചാൽ മതിയാവും. എന്നാൽ ഗ്യാപ്പ് ഇല്ലാത്ത തരത്തിൽ തന്നെ അത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ലീഫിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തി. അതിൻ്റെ അടിവശത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വൂളൻ നൂല് തന്നെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ആ ഗമ്മ് വെച്ച് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ ആ ലീഫിൻ്റെ വർക്ക് കഴിഞ്ഞു, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കണം.
ഓരോ കളറുകൾ ഗ്യാപ്പുകൾ ഇടവിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് ഇതിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഫ്ലവർ സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു, ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളും മികച്ച കിടിലൻ വീഡിയോസുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.